ഇപ്പോൾ എൻ രാധാകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. രംഗത്തുണ്ട്. സൈൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കേന്ദ്ര തൊഴിൽ മന്ത്രാലയവുമായി സഹകരിച്ച് 32 തൊഴിൽ മേളകൾ നടത്തിയിട്ടുണ്ടായി. അതിൽ കേന്ദ്രമന്ത്രിമാർ, സംസ്ഥാനത്തെ മന്ത്രിമാർ, MP-മാരൊക്കെ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുള്ള തൊഴിൽ മേളകൾ. ആ തൊഴിൽ മേളകൾ 100% സൗജന്യമായിട്ടാണ് ഞങ്ങൾ നടത്തിയത്. അതിൽ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരുന്നില്ല. അതിൽ പങ്കെടുക്കുന്ന കമ്പനികളിൽ നിന്നുള്ള ഫീസ് ഞങ്ങൾ വാങ്ങിയിരുന്നില്ല. അങ്ങനെ ഏതാണ്ട് ഒരു 70,000-ൽ കൂടുതൽ ആളുകൾ കഴിഞ്ഞ ഒരു 8 വർഷ കാലയളവിനുള്ളിൽ കൊറോണ ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ഓൺലൈനായി പോലും ഞങ്ങൾ തൊഴിൽ മേളകൾ നടത്തുകയും ഏതാണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 78,000-80,000-ഓളം ആളുകൾക്ക് ചെറുതും വലുതുമായ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംരംഭമായിരുന്നു തൊഴിൽ മേള സൈനിൻ്റെ. അതിൽ 25,000-ഓളം ആളുകൾ വരെ പങ്കെടുത്തിട്ടുള്ള തൊഴിൽ മേളകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചെങ്ങന്നൂരിലൊക്കെ പങ്കെടുത്തിട്ടുള്ള തൊഴിൽ മേളയിൽ 25,000-ൽ കൂടുതൽ ആളുകൾ ഞങ്ങളുടെ ഈ തൊഴിൽ മേളകളിൽ വന്നിട്ടുണ്ട്. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ, അവർക്ക് ആർട്ടിഫിഷ്യൽ കാല്, കൈ, അതുപോലെ തന്നെ വീൽ ചെയറുകൾ, അവർക്ക് യാത്ര ചെയ്യാനുള്ള 3 വീലറുകൾ, ഇതൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് റിച്ചാർഡ് ഹൈ MP-യുമായി ബന്ധപ്പെടുത്തി തൃശ്ശൂർ കേന്ദ്രമായി നടത്തുകയുണ്ടായി. 7ഓളം ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് കേരളത്തിൽ ഇന്നേ വരെ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ഹാൻഡിക്യാപ്പ് ഈ പാവപ്പെട്ട ആളുകളുടെ ദിവ്യാംഗരായ ആളുകൾക്ക് കൊടുത്തുള്ള സംരംഭം നടത്തിയത് ഞങ്ങൾ സൈനാണ്. 1820 പേർക്ക് അതിൻ്റെ ആനുകൂല്യം കൊടുത്തിട്ടുണ്ട്. അതിലേതാണ്ട് 200ഓളം 2 വീലറുകൾ 3 വീലറുകൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കൊച്ചിൻ ഷിപ്പ് യാർഡ് സ്പോൺസർ ചെയ്താണ്. ഞങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ഈ ഫണ്ടൊന്നും ഞങ്ങൾ സൈനിലേക്ക് വാങ്ങിയിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ അലൻകോനാണ് അവർ വിതരണം ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 3 കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്ത വിപുലമായ പരിപാടി ഞങ്ങൾ സൈനിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂർ നടത്തുകയുണ്ടായി. ഇപ്പോൾ കുറേ കാലങ്ങളായി കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ ആയുഷ്മാൻ ഭാരത് എന്ന പദ്ധതിയുടെ ഭാഗമായി കണ്ണുകളുടെ പരിശോധനയും ചെറിയ പരിപാടി 50 പേര് 60 പേരൊക്കെ പങ്കെടുക്കുന്ന പരിപാടി 100-ൽ കൂടുതൽ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. 2000-ഓളം ആളുകൾക്ക് സൗജന്യമായ ഓപ്പറേഷൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ആയുഷ്മാൻ ഭാരതിൻ്റെ സെൻട്രൽ ഗവൺമെൻറ് പരിപാടി ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാവപ്പെട്ട നിർധനരായ ആളുകൾ, പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗങ്ങളുടെ ആളുകളുടെ കല്യാണത്തിനുള്ള സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം വരെ കൊടുത്തിട്ടുണ്ട്. ചികിത്സയിലിരിക്കുന്ന ആളുകൾ, പാവങ്ങളായ ആളുകൾക്ക് ഇപ്പോൾ ഈ വൈപ്പിനിലേക്കുള്ള ലിവർ പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ഞങ്ങൾ സഹായം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നടത്തുന്ന കഴിഞ്ഞ 10-12 വർഷമായി പൊതുരംഗത്തുള്ള ഒരു സ്ഥാപനമാണ് സൈൻ. എന്നെ സംബന്ധിച്ചിടത്തോളം 4 പതിറ്റാണ്ടിന് മേലെ പൊതുരംഗത്ത് പാരമ്പര്യമുള്ള ഒരാളാണ്. RSSലൂടെ പൊതുജീവിതം ആരംഭിച്ച് 15-ാം വയസ്സിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടി ജയിലിൽ പോയി പൊതുജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാൾ. സംഘപ്രചാരകനായും BJPയുടെ വിവിധ ചുമതലകളിലൂടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി ചുമതല എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സേവനം, നിസ്വാർത്ഥമായ സമീപനം, ഇത് ഞങ്ങൾ ശാഖയിലൂടെ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ
സേവനോന്മുഖരായി കഴിഞ്ഞ 4 പതിറ്റാണ്ട് അല്ലെങ്കിൽ 4.5 പതിറ്റാണ്ട് കാലയളവിനുള്ളിൽ ചെറുപ്പത്തിൽ മുതൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളുടെ ഇടയിൽ പല ആളുകളുമായി ഞങ്ങൾ കണ്ടുമുട്ടുന്നു, പല സംവിധാനങ്ങളുമായി ഒത്തുചേരാനുള്ള സാഹചര്യമുണ്ടാകും. അങ്ങനെ വന്ന സമയത്താണ് ഇപ്പോൾ പലപ്പോഴും ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി സ്കൂട്ടറുകൾ വിതരണം നടത്തുന്നു, തയ്യൽ മെഷീനുകൾ വിതരണം നടത്തുന്നു, ലാപ്ടോപ്പുകൾ വിതരണം നടത്തുന്നു. ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന് എന്നും മാർഗദർശിയായിട്ടുള്ള സായിഗ്രാമിൻ്റെ ചെയർമാനും ഗുരുതുല്യനായ അനന്തകുമാർജി എന്നോട് സൂചിപ്പിച്ചു, ഈ തയ്യൽ മെഷീൻ്റെയും സ്കൂട്ടറിൻ്റെയും ഒക്കെ പരിപാടികൾ വരുന്നുണ്ട്, നല്ലതാണ്, സഹകരിക്കാം. അത് കണ്ട സമയത്ത് ഇതിൻ്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനം കോഴിക്കോട് നടക്കുന്നു. ബഹുമാന്യനായ മന്ത്രി, വളരെ മാന്യനായ, അഴിമതിയുടെ കറപുരളാത്ത കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന 2 വീലർ പദ്ധതി കാണുകയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഏറ്റവും ബഹുമാന്യരായ പത്ര, ദൃശ്യ, മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ വലിയ പങ്കാളിത്തമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്, ആ പ്രസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആളുകൾക്ക്, കുട്ടികൾക്ക് നിസ്വാർത്ഥമായി അനന്തകുമാർജിയും നേരത്തെ സൂചിപ്പിച്ച അനന്തകൃഷ്ണനും ഒക്കെ പങ്കെടുത്തിട്ടുള്ള, ഞങ്ങളാരുമില്ലാത്ത, ഞങ്ങൾ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ബഹുമാന്യനായ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നടക്കുകയുണ്ടായി. അപ്പോൾ സ്വാഭാവികമായും ഇത് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ പൊതുരംഗത്തുള്ള എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ CSR ഫണ്ടുകൾ വഴി പലതും ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു പൊതുപ്രവർത്തനമാണ് ഞാൻ. ഇന്ത്യ ഗവൺമെൻറ് 2% കമ്പൽസറി ആയിട്ടുള്ള CSR ഫണ്ടുകൾ നിലവിൽ നിൽക്കുന്നു. അത് പല രംഗങ്ങളിലും ഇന്ന് പോസിറ്റീവായി ഉപയോഗിക്കുന്നുണ്ട്, വളരെ നല്ല സെൻസിൽ അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, ഇതിൻ്റെ ഫണ്ടിങ് സംവിധാനം എങ്ങനെയാണ്? അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത് CSR ഫണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും പൊതുപ്രവർത്തനത്തിൻ്റെ പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി എനിക്കതിൽ ഭയപ്പെടേണ്ടതായ കാര്യമില്ല. CSR ഫണ്ടുകൾ വഴിയുള്ള സംവിധാനമാണ് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനുവേണ്ടി കേരളത്തിലെ സൊസൈറ്റികളെ, ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളെയൊക്കെ സംഘടിപ്പിച്ചൊരു കോൺഫെഡറേഷൻ ഉണ്ടാക്കി. ആ കോൺഫെഡറേഷനിൽ ഞങ്ങളുടെ സൈൻ അംഗമല്ല. ആ കോൺഫെഡറേഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യയായ മന്ത്രി, നമ്മുടെ ടീച്ചറാണ്, ബിന്ദു ടീച്ചറാണ്. അതൊക്കെ നല്ല സെൻസിൽ ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ ആക്ഷേപം ഉന്നയിക്കുകയല്ല കേട്ടോ. മാനേജർ, അത് കേരളത്തിലെ 100 200 സംഘടനകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ആ കോൺഫെഡറേഷൻ. അതിൽ വളരെ മാന്യമായി പ്രവർത്തിക്കുന്ന, നമുക്കെല്ലാം ബഹുമാനിക്കുന്ന ഒരുപാട് സംഘടനകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അറിയപ്പെടുന്ന സംഘടനകൾ അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ആതുര സേവന രംഗത്തും ജനങ്ങളെ സേവിക്കുന്ന രംഗത്തും എന്നും കർമ്മനിരതരായി ജീവിതം ഒഴിഞ്ഞു വച്ചിട്ടുള്ള മതമേലധ്യക്ഷന്മാരുൾപ്പെടെയുള്ള ട്രസ്റ്റുകളുണ്ട്. ഇപ്പോൾ ദർശന ചാരിറ്റബിൾ ട്രസ്റ്റ് കോതമംഗലം അതിരൂപത രണ്ടറിലുള്ളതാണ്. 100% സേവനം നടത്തുന്ന സ്ഥാപനങ്ങളാണ്. അതുപോലുള്ള ഒരുപാട് സംഘടനകൾ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തന രംഗത്തുണ്ട്. ഇപ്പോൾ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ അബ്ദുൽ വഹാബ് നേതൃത്വം കൊടുക്കുന്ന JSS വലിയ സേവന രംഗത്തുള്ള സംഘടനയാണ്. അതേപോലെ തന്നെ ഒരുപാട് സൊസൈറ്റികൾ, എൻ്റെ കയ്യിൽ കണക്ക് ഉണ്ട്. നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലുണ്ട്, ഈ പോലീസ്
സംവിധാനവുമായിട്ടുള്ള ബന്ധപ്പെട്ട സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രസിദ്ധമായ കിഡ്സ് എന്ന് പറയുന്ന നമ്മുടെ മൂത്തുകുന്നത്ത് ഏറ്റവും സേവന സന്നദ്ധമായ സ്ഥാപനമുണ്ട്. അങ്ങനെ രാജ്യത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ, കൊച്ചി ദേവസ്വം ബോർഡ് വരെയുണ്ട്. ഈ സംഘടനകൾ മുഴുവൻ ഇതിൽ അംഗമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം ഇതിൽ പങ്കെടുത്തിട്ടുള്ള പൊതുപ്രവർത്തകരുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം നിസ്വാർത്ഥമായിട്ടാണ് ഇതിൽ പങ്കെടുത്തതായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ടീച്ചറാണെങ്കിലും ശിവൻകുട്ടിയാണെങ്കിലും ഞങ്ങളാണെങ്കിലും ഐവീഡനാണെങ്കിലും ആര് പങ്കെടുത്ത് എല്ലാവരും ജനസേവനത്തിൻ്റെ ഭാഗമായി ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളാണ്. ഒരുപാട് സംഘടനകൾ ഇതിൻ്റെ ഭാഗവാക്കാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തത്. ഇപ്പോൾ അറസ്റ്റും പരിപാടികളും ഒക്കെ വരുന്ന സമയത്ത്, എല്ലാ പരിപാടികളും വരുന്ന സമയത്ത് ഞങ്ങളിതിനിടയ്ക്കിടയ്ക്ക് അന്വേഷണം നടത്തി എന്താണ് ഇതിൻ്റെ മുന്നോട്ട് പോകുക. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റൂൾസ് അനുസരിച്ച് ഞങ്ങളൊരു എഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിരുന്നു. എഗ്രിമെൻറ്റ് നിങ്ങൾക്ക് കഴിഞ്ഞാണ് കാണാം. ആ എഗ്രിമെൻറ്റിൽ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയായ സൊസൈറ്റി ഫോർ ഇൻ്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് നാഷൻ, ഞങ്ങളുടെ സംഘടന, അത് ഒന്നാം കക്ഷിയായും എറണാകുളം ജില്ലയിൽ കളമശ്ശേരി കൊറസോൺ പണാടൻ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ സർവീസ് സൊസൈറ്റി ഇന്നോവേഷൻസ് എന്ന പ്രൊജക്ട് കൺസൾട്ടൻസി സ്ഥാപനത്തിന് വേണ്ടി പ്രൊപ്പറേറ്റർ പരസ്പരം സമ്മതിച്ചെഴുതി തയ്യാറാക്കിയ ഉടമ്പടി ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര ദേശീയ കൂട്ടായ്മയായ NGO കോൺഫെഡറേഷൻ മുഖാന്തരം പ്രൊജക്ട് കൺസൾട്ടൻസി ഏജൻസിയായ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതിയുടെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി എന്ന സ്ഥാപനത്തിന് ചെയ്തു നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ സൊസൈറ്റി ഫോർ നാഷൻ എന്ന സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും പരസ്പരം താഴെ പറയുന്ന രണ്ട് കക്ഷികളും സമ്മതിച്ച് ധാരണയാക്കിയിരിക്കുന്നു. ഈ എഗ്രിമെന്റിനകത്ത് ഇത് നമുക്ക് വായിക്കാം. ഇതിനെ സംബന്ധിച്ച് ഞാനിത് സീക്രട്ടായിട്ടൊന്നും വയ്ക്കുന്ന ഈ ഇതിൻ്റെ റൂൾസ് അനുസരിച്ച് ഞങ്ങൾ ഈ കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ കോൺഫെഡറേഷനുമായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് ഏജൻസികളുമായോ ₹1 പോലും ഞങ്ങൾ ഡൊണേഷൻ വാങ്ങിയിട്ടില്ല. ₹1 പോലും ആരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. ഞങ്ങളുടെ 2 വീലർ വിതരണം ചെയ്യുന്ന ഘട്ടങ്ങളിൽ, ആ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള പണം ഞങ്ങൾ കൃത്യമായി ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങളും ഒരു ഇരയാണ്. ഇതിനകത്ത് പണം സ്വാഭാവികമായും ഞങ്ങളുടെ അടുത്ത് വന്നു ചേരും. എല്ലാ സ്ഥാപനങ്ങളും, ഈ 200 സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ വെറും ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ്, കോൺഫെഡറേഷനിൽ അംഗമല്ല. കോൺഫെഡറേഷനകത്ത് എന്തോ പ്രശ്നങ്ങളുണ്ടായി, അനന്തകുമാർജി രാജിവെച്ചു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു. അതറിയാൻ ഞങ്ങൾക്ക് മാർഗമില്ല. കാരണം ഞങ്ങൾ കോൺഫെഡറേഷൻ്റെ ഭാഗമല്ല. ഞങ്ങളൊരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ്. ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത സാഹചര്യത്തിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നുള്ള വാർത്ത വന്നു. സ്വാഭാവികമായും ഞങ്ങൾ അന്വേഷണം നടത്തി. അതിനുശേഷം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പരിപാടി നടത്തി. അതിനുശേഷം അത് ഉദ്ഘാടനം ചെയ്തത് ഉത്തരമേഖല IG ആണ്. അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പോസിറ്റീവായിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും, ആരും നെഗറ്റീവായി ചെയ്ത കാര്യങ്ങളായിരിക്കില്ല, പോസിറ്റീവായി ചെയ്ത കാര്യങ്ങളായിരിക്കും. അദ്ദേഹം ആണത് അതിനുശേഷം ഉദ്ഘാടനം ചെയ്തത്. പേര് ഞാനിപ്പോൾ സൂചിപ്പിക്കാം. ഒക്ടോബർ 30 പേര് നോക്കി, പേരിപ്പോൾ പറയാം. K. സേതുമാധവൻ IPS IG നോർത്ത് റീജിയൻ. അത് ഞങ്ങളുടെ പരിപാടിയല്ല കേട്ടോ. അല്ല, ഞാൻ ഫുൾ പറയാം, ഫുൾ പറഞ്ഞിട്ട് പറയാം. അത് പോലീസ് അസോസിയേഷൻ.
ഞാനിത് ആക്ഷേപം ഉന്നയിക്കുന്നതായിട്ട് പറയണല്ല, അവർക്കൊക്കെ അബദ്ധം പറ്റിയത്. കാരണം നിങ്ങൾ പറഞ്ഞു വേറെ പുതിയ സാധനം ഉണ്ടാക്കരുത്. ഇപ്പോൾ നാഷണൽ NGO കോൺഫെഡറേഷൻ, അതിൻ്റെ ഇടയ്ക്കൊരു ഫോൺ വന്നാണ് നിർത്തി. അപ്പോൾ അത് ഇപ്പോൾ ഡീറ്റെയിൽ ഇപ്പോൾ പറയാം, നമ്മുടെ കയ്യിലുണ്ടല്ലോ, വേണമെങ്കിൽ വാട്സപ്പ് ഇട്ട് തരാം, പിന്നെ പ്രശ്നമില്ല നിങ്ങൾക്ക്. എൻ്റെ മാഡം അത് ഇട്ട് തരാം, നിങ്ങളെപ്പോലെ നമ്മൾ കണ്ടുപിടിച്ചതാ. നാഷണൽ NGO കോൺഫെഡറേഷൻ, ഏജൻസി ഫോർ വാട്ടർ മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചറൽ, റൂറൽ എഞ്ചിനീയറിംഗ് ആൻഡ് എനർജി. ഉദ്ഘാടനം K. സേതുമാധവൻ IPS. പോലീസ് ക്ഷേമ നികേതൻ, ഒക്ടോബർ 30 ബുധനാഴ്ച രാവിലെ 11 മണിക്ക് ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്, മാലൂർ കുന്ന്, കോഴിക്കോട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പരിപാടികൾ നടക്കുകയുണ്ടായി. അന്വേഷണം ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, ഇട്ട് തരാം നിങ്ങൾക്ക്. അവരാരൊക്കെ ഉണ്ട് കുറേ അന്വേഷണ ഫോട്ടോ ഇത് കണ്ടു. അപ്പോൾ ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവരോട് ചോദിച്ചു എന്താണ് ഇതിൻ്റെ സാമ്പത്തികമായ സ്ഥിതി. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു പല CSR ഫണ്ടുകൾ പ്രതീക്ഷിച്ചു വന്നിട്ടില്ല, വരുന്നുള്ളൂ, ഞങ്ങളുടെ പേപ്പർ വർക്ക് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ കാണാൻ ഞാനൊക്കെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട്, 3-4 പ്രാവശ്യം പോയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ആളുകൾ, വണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ, അവർക്ക് വണ്ടി കൊടുക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ആ ബാധ്യതയെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായി ഞങ്ങൾ വണ്ടി കൊടുത്തുകൊണ്ടിരുന്നു. അപ്പം ഞങ്ങൾ ഇവരോട് ചോദിച്ചു എന്താണ് പ്രശ്നം. അവർ ഞങ്ങളുടെ ഫുൾ ഫണ്ട് അവിടെ കൊടുത്തതാണ്, CSR ഫണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ പൊതുജീവിതത്തിലെ സത്യസന്ധമായ സമീപനത്തിൻ്റെ ഭാഗമായി ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു. ഞങ്ങൾ വാഹനം ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഡീറ്റെയിൽസ് എടുത്തു. സാധാരണഗതിയിൽ ഇതിൻ്റെ സിസ്റ്റം ഞങ്ങൾക്ക് ഓർഡർ കൊടുക്കാൻ കഴിയില്ല. ഇത് അവർക്ക് ഫണ്ട് അടച്ചാൽ അവരാണ് ഈ ഡീലർമാർക്ക് ഫണ്ട് കൊടുക്കേണ്ടത്, വണ്ടികളുടെ ഓർഡറും കൊടുക്കേണ്ടത് അവരാണ്. അങ്ങനെ അവർ ഓർഡർ കൊടുത്താൽ മാത്രമേ അവിടെ വണ്ടി വിതരണം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളീ കൊടുക്കുന്ന പേപ്പർ എല്ലാവരും, എൻ്റെ മാത്രമല്ല, ഈ 10-200 ഏജൻസികൾ, പാവപ്പെട്ട ഒരുപാട് ആളുകൾ, 100 വണ്ടി, 500 വണ്ടി, 1000 വണ്ടിയൊക്കെ ബുക്ക് ചെയ്തവരുണ്ട്. അവരുടെയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ ആൾക്ക് വണ്ടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഡീലർമാർക്ക് ഞങ്ങൾ പൈസ കൊടുക്കാം, ഞങ്ങളുടെ സൊസൈറ്റി പൈസ കൊടുക്കാം. ആ സൊസൈറ്റി പൈസ കൊടുക്കുന്നതിൻ്റെ ധാരണമായി മുടങ്ങാതെ ഞങ്ങളിപ്പോഴും വണ്ടി കൊടുത്തു. ഇന്നലെയും കൊടുത്തിട്ടുണ്ട്, നാളെയുണ്ട്. ആ വണ്ടി വിതരണം ഇങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നിർത്താതെ നടത്തി. ഇപ്പം ഞങ്ങൾ വിതരണം ചെയ്ത് 5620 വണ്ടിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ആളുകളുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ തരാൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. 5620 വണ്ടി ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി ഒരു 5% വണ്ടിയെ കൊടുക്കാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചില ആളുകൾ ഇന്നലെ ഞങ്ങളുടെ ഓഫീസിൽ പോയി സർവേ ഇതാണ്, സ്വഭാവമായിട്ട് പത്രപ്പെടുത്തുന്ന ഭാഗമാണ്, തെറ്റൊന്നുമില്ല. ഞങ്ങൾ പൈസ റീഫണ്ട് ചെയ്യുന്ന ഇന്നലെയും മിനിങ്ങാനും തുടങ്ങിയതല്ല. ആദ്യം ഹോണ്ട വണ്ടി ബുക്ക് ചെയ്തവരുണ്ടായി, അതിന് കാലതാമസം നേരിട്ടവരുണ്ടായി. അപ്പോൾ ചില ഞങ്ങളോട് പറഞ്ഞു വണ്ടി ഈ പൈസ റീഫണ്ട് ചെയ്ത് നന്നായി. ഞങ്ങൾ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. കുറേ ആളുകൾ ഞങ്ങളുടെ അവരുടെ ആരോഗ്യ പ്രശ്നം, വീട്ടിലെ പ്രശ്നങ്ങൾ പറയും, അവർ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. ചില ആളുകളോട് ഞങ്ങൾ ഈ ജൂപ്പിറ്റർ മറ്റേലേക്ക് മാറാം, അവർക്ക് താല്പര്യക്കുറവ്, അവർ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ റീഫണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ആ റീഫണ്ട് പ്രോസസ്സാണ് ഇന്നലെയും മിനിങ്ങാന്നും 4-ാം നാളൊക്കെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ കോർഡിനേറ്റർമാർ വഴിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. എല്ലാ കോർഡിനേറ്റർമാരോടും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, സൈനിൻ്റെ പേരിൽ ബുക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ, പ്രത്യേകിച്ച് വലിയ മാധ്യമങ്ങളിലെ വാർത്തകളും സംവിധാനങ്ങളും എടുക്കുമ്പോൾ ആളുകൾ പാനിക്കാവും. അപ്പോൾ ഞങ്ങളവരോട് സൂചിപ്പിച്ചിട്ടുണ്ടായി, ആ ആളുകളിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കുക, ഡോക്യുമെൻറ്റ്സ് എടുക്കുക. കാരണം ഒരു ബാങ്കിൽ നിന്ന് 200 ചെക്ക് കിട്ടുള്ളൂ ഒരു മാസം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ബാങ്കിൽ നിന്ന് 200 ചെക്ക് പരമാവധി കിട്ടുള്ളൂ. അതിപ്പോൾ പഴയ പോലെ ബുക്കായിട്ട് കിട്ടില്ല, ഓൺലൈനിൽ ഇടണം, ബുക്ക് ചെയ്തതിന് ശേഷം കിട്ടുക. അപ്പോൾ ഞങ്ങളുടെ സംവിധാനത്തിൻ്റെ ഭാഗമായി ഞങ്ങളിത് ഓൺലൈൻ ട്രാൻസ്ഫറിൽ പൈസ കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന സംവിധാനമാണ്. ഞങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് ഇനി കൊടുക്കാനുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇരയാക്കപ്പെട്ടത്, ഞങ്ങളുടെ ഫണ്ടിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങളെക്കുറിച്ച്
ഞങ്ങളുടെ അഭിഭാഷകരായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ഇപ്പം ഞങ്ങൾ അർജന്റായിട്ട് എടുത്തിട്ടുള്ള നിലപാടുകൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട സൈൻ. ഇപ്പോൾ ഈ വാർത്തകൾ വരുമ്പോൾ പല ആളുകളും ഇപ്പോൾ എന്താണ് മറ്റേ സീഡ് സൊസൈറ്റി, ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഞങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള സ്ഥാപനമല്ല. ഇപ്പം കേസ് നടന്നിട്ടുള്ള സ്ഥാപനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ കോൺഫെഡറേഷൻ അംഗമല്ല, വെറും ഇംപ്ലിമെന്റിംഗ് ഏജൻസിയാണ്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൈൻ SIGN എന്ന് പറയുന്ന സൈൻ എന്ന സ്ഥാപനവുമായി ബുക്ക് ചെയ്ത ആളുകളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ പണം നേരത്തെ വിതരണം കൊടുത്ത് ഇരയാക്കപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ പല ആളുകളും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അതേപോലെ ഞങ്ങൾ അവിടേക്ക് കടക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഇതും അങ്ങനെയാണുള്ളത്. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിലിറങ്ങിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകന്മാർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ, പ്രവർത്തകന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അവരെല്ലാം പൊതുസേവനത്തിൻ്റെ ഭാഗമായി ഇതിൽ പെട്ടതാണ്. ഞാനും അതിൽ പെട്ടതാണ്. അങ്ങനെ വിചാരിച്ചുള്ളൂ. ഞാനതിൽ നിന്ന് കൈകഴുകി ഓടാൻ തയ്യാറല്ല. വാങ്ങിയ ആളുകൾക്ക് വാഹനം വേണ്ടവർക്ക് വാഹനമാണെങ്കിലും സാവകാശം ഉണ്ടെങ്കിൽ അതാണെങ്കിലും പൈസയാണെങ്കിലും പൈസ ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്ന സംവിധാനം ഇന്നും ഞങ്ങൾ തുടരുകയാണ്. ഞങ്ങളുടെ സൊസൈറ്റി നല്ല കേപ്പബിളായിട്ടുള്ള സൊസൈറ്റിയാണ്. 10-12 വർഷത്തെ പാരമ്പര്യമുള്ള സൊസൈറ്റിയാണ്. ആ രീതിയിലാണ് അതിന് മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ദൃശ്യ മാധ്യമ പ്രവർത്തകരുടെ സത്യസന്ധമായ സമീപനവും നിലപാടുകളും പ്രത്യേകം പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പത്രസമ്മേളനം നടത്താനുള്ള കാരണം അറിഞ്ഞോ അറിയാതെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നമ്മുടെ പേര് വരുമ്പോൾ ഈ ഫ്ലാറ്റിൽ പോയി പെട്ടെന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരൻ ഞെട്ടും. ഇതെന്താണ് സംഭവം? ഇയാളുടെ ചില ചാനലുകാർ രസത്തിന് കൊടുക്കുക നിത്യ സന്ദർശകനായിരുന്നു. എനിക്ക് പരിപാടിയില്ല, ഞാൻ പാർട്ടിയുടെ സംസ്ഥാന നേതാവല്ലേ. എൻ്റെ വീട്ടിൽ പോലും ഞാൻ മാസത്തിൽ 10 ദിവസം ഉണ്ടാകാറില്ല. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പണം അവിടെയുണ്ട്, നമ്മുടെ വാഹനം ആവശ്യമുണ്ട്, അതിലൊക്കെ നമ്മൾ ഇടപെട്ടണം. ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഒരു സെക്കൻഡ് മാഡം, ഓരോരുത്തരായിട്ട് ഞാനിതെല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. നിങ്ങൾക്ക് ഓരോരുത്തരായിട്ട് സമാധാനമായിട്ട് ചോദിക്കുക, എന്തിനും മറുപടി തരാം, ചോദിച്ചോളൂ. എത്രയും തീയതി? ഒക്ടോബർ 30. ഈ കേസെടുത്തതിന് ശേഷമാണോ? അക്കൗണ്ട് ഫ്രീസ് ചെയ്തതിന് മുമ്പ്. അതിന് അക്കൗണ്ട് നേരത്തെ തന്നെ ഫ്രീസ് ചെയ്തത് നിങ്ങൾ പത്രങ്ങളിലൊക്കെ കൊടുത്തിരുന്നു. ഇല്ലില്ല, 3-4 മാസമായി. ഇല്ലെന്ന് 3000 രൂപ നമ്മളുടെ അറിവ് പറയണം. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞ, നമ്മളോട് പറഞ്ഞ അറിവില്ല, മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്തയാണ്. അതിനകത്ത് അവരുടെ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് 3-5 മാസമായി. അതിനുശേഷമാണ് ഞങ്ങൾ നേരിട്ട് ഇടപെട്ട് നമ്മുടെ ആളുകൾക്ക് വണ്ടി കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അത് നിങ്ങൾ നോക്കിയാൽ മതി. എനിക്കറിയില്ലെന്ന്, അത് ഞങ്ങളുടെ അല്ല. ഇല്ലില്ല, അല്ലല്ല, അത് നിങ്ങളപ്പോൾ അന്വേഷണാത്മകമായി ഓരോരുത്തരും പറയാം പ്ലീസ്. നിങ്ങൾ അന്വേഷണാത്മകമായി പത്രപ്രവർത്തനം നടത്തണ്ടേ? നിങ്ങൾ തന്നെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ്. ഇതെന്നാ ഫ്രീസ് ചെയ്ത് ഡേറ്റ് എന്നോട് ചോദിച്ചാൽ അറിയില്ല. ഫ്രീസ് ചെയ്തിട്ട് കുറേ നാളായി. അല്ല, ഞാനിപ്പോൾ അനന്തകുമാർജിയൊന്നും പ്രതിക്കൂട്ടിലേറ്റാൽ മതി. ഞാൻ വളരെ അടുത്ത കാലത്താണ് അദ്ദേഹത്തെയൊക്കെ പരിചയപ്പെടുന്നത്. എനിക്ക് 20 കൊല്ലമായിട്ട് സായിഗ്രാമിൻ്റെ ചെയർമാൻ അനന്തകുമാർജിയെ പരിചയമുണ്ട്, വലിയ ബഹുമാനമുണ്ട്. അവരുടെ സമൂഹത്തിൽ ഒരു 5 എണ്ണത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നിത്യേന ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനം നടത്തുന്ന ആളാണ്. അദ്ദേഹമാണ് പരിചയപ്പെടുത്തിയത്. അദ്ദേഹം കോൺഫെഡറേഷൻ ചെയർമാനായിരുന്നു. അല്ലല്ല, അങ്ങനെയല്ല. ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അന്ന് എല്ലാ സ്ഥലത്തും ഇത് വന്നു കഴിഞ്ഞു. ഞാനീ പറയുന്നത് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നാട്ടിലിത് വന്നു കഴിഞ്ഞു. ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ, ടൂ വീലറൊക്കെ അന്ന് കോഴിക്കോട് കൊടുത്തു കഴിഞ്ഞു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്, അങ്ങനെ പല സ്ഥലത്തും. അങ്ങനെ പ്രസ് ക്ലബിനൊന്നും എടുത്ത് പറയണതല്ല, ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോസിറ്റീവായിട്ടാണ് എന്നോട് പറഞ്ഞത്. പിന്നെ അവർ തമ്മിൽ അതിനകത്ത് പിന്നെ ജസ്റ്റിസ് ഒക്കെ ഉണ്ടെന്ന്. നിങ്ങൾ ഇതിനകത്ത് ജസ്റ്റിസ് രാമേന്ദ്രൻ, അദ്ദേഹം മുൻ ജസ്റ്റിസ്, അദ്ദേഹം അതിൻ്റെ ചീഫ് അഡ്വൈസറായിരുന്നു. വലിയ വലിയ ആളുകളെ ഇതിനകത്തുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെപ്പോലുള്ള ആരെങ്കിലും സംശയിക്കണോ? അവരും സംശയിച്ചിട്ടുണ്ടാവില്ല. അവരാരും ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ടുള്ള നിങ്ങൾ നോക്കി എല്ലാം ഈ ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ 100% ചാരിറ്റി നടത്തുന്നവരാ. ഇതിനകത്ത് കുറേ കന്യാസ്ത്രീ അമ്മമാരുണ്ട്, നിസ്സാർത്ഥമായി വീട് വിട്ട് വന്ന ആളുകളാണ്. അവരൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ. അതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ തന്നെ. പക്ഷെ അവർ വരുമ്പോൾ നമ്മൾ അതിനെന്ത് പിന്നെ വേറെ എന്തിനും സംശയിക്കേണ്ട ആവശ്യം. CSR സാധാരണ ഇതിൽ കിട്ടും.
എന്താ പറ്റിയെന്ന് എനിക്കറിയാൻ പാടില്ല. CSR കിട്ടാൻ ഞാനൊരു പൊതുപ്രവർത്തനമാണല്ലോ, അത് കിട്ടാനുള്ള ഒരുപാട് ഹാപ്പിനെസ് ഇൻഡെക്സിൽ പെടുന്ന സാധനമാണിത്. ഞാൻ മിനിങ്ങാന്ന് അറിയണത് കിട്ടിയിട്ടില്ല. കൂടുതലുണ്ട്. അല്ല അങ്ങനെ ഇപ്പൊ നമ്മള് കണക്കിപ്പോ പറയുന്നില്ല, പിന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് മാർച്ചിലോ, ഈ മാർച്ചിലൊരു ദിവസം എൻ്റെ അടുത്തേക്ക് മറ്റേ അദ്ദേഹം പറഞ്ഞിട്ട് വരിക ചെയ്ത് ഞാനത് അപ്പൊ ഞാൻ പയ്യനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇയാളുടെ ചുമതല എന്താന്ന് പോലും ഞാൻ ചോദിച്ചില്ല, മറ്റേ പുള്ളി ചോദിച്ചിട്ട് വന്നതാ. അപ്പോഴേക്കും നിങ്ങളുടെ ഈ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടായി. നല്ല മിടുക്കനാണ്. അതിനോട് പറഞ്ഞു. അപ്പോഴേക്കും ഞങ്ങൾ കാശ് കൊടുത്തു പോയിട്ടുണ്ടായി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ചിരിച്ചു പറഞ്ഞു, നമ്മള് പൈസ കൊടുത്തു പോയല്ലോ. നിലവിലുള്ള വിവാദങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു എൻ രാധാകൃഷ്ണൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സീഡ് എന്ന് പറയുന്ന ഇതുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. സൈൻ സംഘടന 12 വർഷമായി പ്രവർത്തിക്കുന്നുണ്ട്. സന്നദ്ധ സേവന രംഗത്താണ് പ്രവർത്തിക്കുന്നത്. നിരവധി പദ്ധതികൾ നടത്തിയിട്ടുമുണ്ട്. ഈ പറയുന്നതുപോലെ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് തന്നെ 32ഓളം തൊഴിൽമേള നടത്തി. യഥാർത്ഥത്തിൽ ഈ സൈൻ സംഘടനയും ഇത്തരത്തിൽ തട്ടിപ്പിനിരയായി എന്നുള്ളതാണ് എൻ രാധാകൃഷ്ണൻ പറഞ്ഞു വെച്ചത്.